നെറ്റ്വർക്ക് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അറേബ്യൻ ജ്വല്ലേഴ്സ് പയ്യന്നൂർ ആൻധ്രകരിപ്പൂർ, കല്ലറക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ, സ്കൈ ഗോൾഡ് പത്തരമാറ്റിന്റെ ആത്മബന്ധം, സുനിത ഫർണിച്ചർ, സുനിത ടവർ, താവക്കര, കണ്ണൂർ. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. പി ജയരാജനെ UAPA ചുമത്തി കേസിൽ കുടുക്കി പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നതിനെതിരെ ഇടതുമുന്നണി പയ്യന്നൂരിൽ കൂട്ടായ്മ സംഘടിപ്പിച്ചു. സത്യസന്ധമായ തെരഞ്ഞെടുപ്പിലൂടെ CPM-ന് അധികാരത്തിൽ വരാൻ സാധിക്കില്ലെന്ന് കെ സുധാകരൻ. കേരള സമൂഹം ഒരു പൊളിച്ചെഴുത്തിന് തയ്യാറാകണമെന്ന് KEN കുഞ്ഞഹമ്മദ്. എടാട്ട് ദേശീയപാതയോട് ചേർന്ന കൂറ്റൻമരം അപകട ഭീഷണി ഉയർത്തുന്നു. ബ്ലാക്ക് ബോർഡ് തുടങ്ങി. നെറ്റ്വർക്ക് ചാനലും പയ്യന്നൂർ നഗരസഭയും സംയുക്തമായി നടപ്പിലാക്കുന്ന SSLC പരീക്ഷാ പരിശീലന പദ്ധതി എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്ക് നെറ്റ്വർക്ക് ചാനലിൽ കാണാം. KSTP റോഡ് നിർമ്മാണം വിലയിരുത്താൻ TV രാജേഷ് MLAയുടെ നേതൃത്വത്തിലുള്ള ഉന്നത സംഘം സ്ഥലം സന്ദർശിച്ചു. വാർത്തകൾ വിശദമായി. പി ജയരാജനെ UAPA ചുമത്തി കേസിൽ കുടുക്കി പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നതിനെതിരെ ഇടതുമുന്നണി പയ്യന്നൂരിൽ കൂട്ടായ്മ സംഘടിപ്പിച്ചു. കോൺഗ്രസ് എസ് നേതാവ് രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. നിങ്ങളുടെ ആ വികാരപരതയുടെയും ചിന്താപരമായ ശക്തിയുടെയും ഉയർന്നു വരുന്ന ശക്തി മനസ്സിലാക്കുവാനും ആ സന്ദേശം മനസ്സിലാക്കുവാനും ഈ സംസ്ഥാനം ഭരിക്കുന്ന അധികാരവർഗം കാലവളം കൂടാതെ എന്തടിസ്ഥാനത്തിലാണ് പി ജയരാജനെ ഭീകരവാദിയായി മുദ്രകുത്തി കള്ളക്കേസിൽ കുടുക്കി ജയിലിലടക്കുന്നത്? ആസേതു ഹിമാചലം ഭീകരവാദത്തിനും വർഗീയാതിക്രമങ്ങൾക്കുമെതിരെ നിരന്തരം പോരാടുന്നവരാണ് CPM-ഉം അതിന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ശക്തികളുമെന്ന് അറിയുന്നവരാണോ അധികാരികൾ? ത്യാഗനിർഭരമായ രാഷ്ട്രീയ പ്രവർത്തനത്തിനിടെ സ്വന്തം ജീവൻ പോലും അപകടത്തിൽപ്പെടും വിധമുള്ള സാഹചര്യങ്ങളെ അതിജീവിച്ചു വന്നതാണ് പി ജയരാജൻ എന്ന് അധികാരികൾ ഓർക്കുന്നത് നന്നായിരിക്കും. പ്രതിഷേധ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് രാമചന്ദ്രൻ കടന്നപ്പള്ളി അഭിപ്രായപ്പെട്ടു. മോഹൻ ഭഗത്തും അമിത്ഷായും വിചാരിച്ചാൽ തകർക്കാൻ കഴിയുന്നതല്ല കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമെന്ന് തുടർന്ന് സംസാരിച്ച CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ഗോവിന്ദൻ പറഞ്ഞു. കരിനിയമത്തിന്റെ തണലിൽ ഭരണഘടനാ വിരുദ്ധമായി പ്രവർത്തിക്കാൻ ആര് ശ്രമിച്ചാലും CPM എന്തുവില കൊടുത്തും ചെറുത്തു തോൽപ്പിക്കുമെന്നും ഗോവിന്ദൻ മാസ്റ്റർ കൂട്ടിച്ചേർത്തു. പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡിൽ നടന്ന പ്രതിഷേധ കൂട്ടായ്മയിൽ M രാമകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. LDF-ലെ പ്രമുഖരായ നിരവധി നേതാക്കൾ കൂട്ടായ്മയിൽ പങ്കെടുത്ത് സംസാരിച്ചു. ഇടതുമുന്നണി പ്രവർത്തകരുൾപ്പെടെ വൻ ജനാവലിയാണ് പ്രതിഷേധ കൂട്ടായ്മയിൽ പങ്കെടുക്കാനെത്തിയത്. സത്യസന്ധമായ തെരഞ്ഞെടുപ്പിലൂടെ CPM-ന് അധികാരത്തിൽ വരാൻ സാധിക്കില്ലെന്ന് കെ സുധാകരൻ. ബെന്നി അബ്രഹാം രക്തസാക്ഷിത്വ ദിനാചരണം മാതമംഗലത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനാധിപത്യ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണോ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം? പ്രവർത്തിക്കാൻ അവകാശമുള്ള പാർട്ടിയാണോ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം? നല്ല കമ്മ്യൂണിസ്റ്റുകാർ ഒന്ന് ആലോചിക്കണം. കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തോടല്ല നമ്മുടെ വിയോജിപ്പ് നിങ്ങളുടെ അക്രമ രാഷ്ട്രീയത്തോടാ, നിങ്ങളുടെ മസിൽ പവർ പൊളിറ്റിക്സോടാ, മണി പവർ പൊളിറ്റിക്സോടാ, നിങ്ങളുടെ ഫാസിസ്റ്റ് മുഖത്തോടാ. സത്യസന്ധമായ രീതിയിലുള്ള തെരഞ്ഞെടുപ്പിലൂടെ കേരളത്തിൽ CPM-ന് അധികാരത്തിൽ വരാൻ സാധിക്കില്ല. അതിനാൽ തന്നെയാണ് അവർ കൈക്കരുത്തിന്റെ ബലത്തിൽ ബൂത്ത് പിടുത്തം ഉൾപ്പെടെയുള്ളവ നടത്തുന്നത്, കെ സുധാകരൻ കുറ്റപ്പെടുത്തി. കണ്ണൂരിൽ കോൺഗ്രസ് തകർന്നിട്ടില്ല. അക്രമ രാഷ്ട്രീയത്തിലൂടെ കോൺഗ്രസിനെ തോൽപ്പിക്കാൻ കഴിയില്ലെന്നും ഇന്നത്തെ നിലയിൽ CPM-ന് രാജ്യത്ത് പ്രവർത്തിക്കാൻ അധികാരമില്ലെന്നും കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തെയല്ല മറിച്ച് വൃത്തികെട്ട അക്രമ രാഷ്ട്രീയത്തെയാണ് എതിർക്കുന്നതെന്നും കെ സുധാകരൻ കൂട്ടിച്ചേർത്തു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് KK മൻസൂർ അധ്യക്ഷനായി. നിരവധി പേർ യോഗത്തിൽ സംബന്ധിച്ചു. 2 ദിനങ്ങളിലായാണ് മാതമംഗലത്ത് അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചത്. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്തറ. KSTP റോഡ് നിർമ്മാണം വിലയിരുത്താൻ TV രാജേഷ് MLAയുടെ നേതൃത്വത്തിലുള്ള ഉന്നതതല സംഘം ചെറുകുന്നിലെത്തി. ചെറുകുന്ന് ടൗണിലെ പ്രവൃത്തി ഞായറാഴ്ചക്കകം പൂർത്തിയാക്കുമെന്ന് ഉദ്യോഗസ്ഥർ ഉറപ്പു നൽകി. ഡിസംബർ 1-നാണ് ചെറുകുന്ന് ടൗണിൽ KSTP നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചത്. 10 ദിവസത്തിനകം നിർമ്മാണം പൂർത്തിയാക്കുമെന്നായിരുന്നു അധികൃതർ അറിയിച്ചത്. എന്നാൽ 3 മാസം കഴിഞ്ഞിട്ടും പ്രവൃത്തി എങ്ങുമെത്തിയില്ല. നാട്ടുകാരും വ്യാപാരികളും മോട്ടോർ തൊഴിലാളികളും പ്രതിഷേധവുമായി രംഗത്തെത്തി. ഇതേ തുടർന്നാണ് MLA ഇടപെട്ട് KSTPയുടെ ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിക്കാനെത്തിയത്. ബുധനാഴ്ച മുതൽ ടാറിംഗ് പ്രവൃത്തി ആരംഭിക്കും. ഇതിനായി ചെറുകുന്നിൽ ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തും. റോഡ് നിർമ്മാണം പൂർത്തിയാകുന്നതോടൊപ്പം ഓവുചാൽ പ്രവൃത്തിയും വേഗത്തിലാക്കുമെന്ന് KSTP പ്രൊജക്ട് ഡയറക്ടർ പ്രഭാകരൻ പറഞ്ഞു. ഇതിന്റെ ടാറിംഗ് വർക്ക് തുടങ്ങുമെന്നാണ് കോൺട്രാക്ടർ പ്രോമിസ് ചെയ്യുന്നത്.
അത് ചെയ്യാൻ പറ്റുന്നുള്ള മറ്റുള്ള എല്ലാ സൗകര്യങ്ങളും അതിനോടനുബന്ധിച്ച് വേണ്ട എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. നിർമ്മാണ പ്രവൃത്തി വേഗത്തിലാക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചതായി ടി വി രാജേഷ് MLA പറഞ്ഞു. അനിശ്ചിതമായി നീണ്ടുപോവുകയും ജനങ്ങൾക്കും അതുപോലെ കച്ചവടക്കാർക്കും വലിയ ബുദ്ധിമുട്ടാവുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഈ കാര്യം ബഹുമാനായ മന്ത്രിയുടെയും അതുപോലെ തന്നെ KSTPയുടെ പ്രൊജക്ട് ഡയറക്ടറുടെയും ശ്രദ്ധയിൽപ്പെടുത്തിയത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജനങ്ങളുടെ വികാരം കണക്കിലെടുത്തുകൊണ്ട് പ്രൊജക്ട് ഡയറക്ടർ ശ്രീ പ്രഭാകരൻ സാർ ഇന്ന് ഇവിടെ സന്ദർശിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന് കാര്യങ്ങൾ ബോധ്യമായിട്ടുണ്ട്. അതുപോലെ തന്നെ RDSൻ്റെ വൈസ് ചെയർമാൻ ശ്രീ ഉണ്ണികൃഷ്ണൻ ഇവിടെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഞായറാഴ്ചക്കുള്ളിൽ നമ്മുടെ ടൗൺ ഭാഗം പൂർണ്ണമായും ടാർ ചെയ്ത് ഒഴിവാക്കി തരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വിവിധ സംഘടനകളുടെയും മാധ്യമങ്ങളുടെയും ശക്തമായ ഇടപെടലാണ് KSTP റോഡ് നിർമ്മാണം വേഗത്തിലാക്കാൻ ഇടയാക്കിയത്. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. കേരള സമൂഹം ഒരു പൊളിച്ചെഴുത്തിന് തയ്യാറാകണമെന്ന് KEN കുഞ്ഞഹമ്മദ് പിലാത്രയിൽ മതവർഗീയതയും ആധുനിക സമൂഹവും എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. പ്രാർത്ഥന എന്നത് പൊതുവെ നാം പരിഗണിക്കുന്നത് മതപരമായ ഒരു പ്രയോഗം എന്ന അർത്ഥത്തിലാണ്. വിശ്വാസത്തിന് അതേതു തരം വിശ്വാസമായാലും അതിൻ്റെ അമൂർത്തമായ ലോകത്ത് നിലനിൽക്കാൻ പറ്റില്ല. ഏത് വിശ്വാസവും നിലനിൽക്കുന്നത് അതിൻ്റെ പ്രയോഗങ്ങളിലൂടെയാണ്. അതുകൊണ്ട് വിശ്വാസത്തിൻ്റെ ഒരു പ്രയോഗം എന്ന അർത്ഥത്തിലാണ് പ്രാർത്ഥന പൊതുവെ നമ്മൾ മനസ്സിലാക്കുന്നത്. സാധാരണ സാംസ്കാരിക സമ്മേളനങ്ങൾ പോലും നടക്കുമ്പോൾ ചില സ്ഥലങ്ങളിൽ പ്രാർത്ഥന. കേരളീയ സമൂഹം പല കാര്യത്തിലും മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയാണ്. അതുകൊണ്ടാണ് ചെറിയ ഒരു ഇടർച്ച പോലും നമ്മുടെ സമൂഹത്തിന് അംഗീകരിക്കാൻ കഴിയാത്തത്. മതനിരപേക്ഷതയുടെ കാര്യത്തിലേക്ക് വന്നാൽ നമ്മുടെ സംസ്ഥാനം മുൻപന്തിയിലാണോ അല്ല എന്ന തിരിച്ചറിവുമായി ഒരു പൊളിച്ചെഴുത്തിന് നാം തയ്യാറാകണം. പ്രാർത്ഥനയെ ഉദാഹരണമാക്കി KEN പറഞ്ഞു. പ്രാർത്ഥന നമ്മൾ പരിഗണിക്കുന്നത് പൊതുവെ മതപരമായ ചടങ്ങ് എന്ന നിലയിലാണ്. എന്നാൽ അതുമാത്രമല്ല പ്രാർത്ഥനയെന്ന് നാം തിരിച്ചറിയണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ടി വി രാജേഷ് MLA പരിപാടി ഉദ്ഘാടനം ചെയ്തു. പരിപാടിയുടെ ഭാഗമായി ത്രിതല പഞ്ചായത്ത് മെമ്പർമാരായ PP ദിവ്യ, VV പ്രീത, P പ്രഭാവതി, P കുഞ്ഞിക്കണ്ണൻ, R അജിത, TV ഉണ്ണികൃഷ്ണൻ എന്നിവരെ ആദരിച്ചു. ചെറുതാഴം പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് CM വേണുഗോപാലൻ അധ്യക്ഷത വഹിച്ചു. KV ഭരതൻ, M രവീന്ദ്രൻ, IV ശിവരാമൻ, PV ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ചെറുതാഴം ബാങ്ക് എംപ്ലോയീസ് കൾച്ചറൽ ഫോറം ചെമ്പകത്തിന്റെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. പയ്യന്നൂർ MLAയുടെ സമഗ്ര പുരയിട കൃഷിവ്യാപന പദ്ധതി കനിമധുരത്തിന്റെ അവലോകനവും സുവനീർ പ്രകാശനവും കൈരളി മിനി ഓഡിറ്റോറിയത്തിൽ നടന്നു. ശ്രീകൃഷ്ണൻ MLA പ്രകാശനം നിർവഹിച്ചു. മണ്ഡലത്തിൽ ആവശ്യമായ പഴവർഗ്ഗങ്ങൾ ഉൾപ്പെടെയുള്ള ഭക്ഷ്യവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുക, മാരകമായ കീടനാശിനി പ്രയോഗിച്ചുള്ള പഴവർഗ്ഗങ്ങളുടെ ഉപയോഗം ഒഴിവാക്കി പ്രകൃതിദത്തവും ഗുണനിലവാരവുമുള്ള പഴവർഗ്ഗങ്ങൾ ഭക്ഷണശീലമാക്കുക, പരിസ്ഥിതിക്ക് അനുയോജ്യമായ ഫലവൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെ 2014 ജൂൺ 5 തുടക്കം കുറിച്ച പദ്ധതിയാണ് കനിമധുരം പദ്ധതി. കൃഷി, സോഷ്യൽ ഫോറസ്ട്രി വകുപ്പുകൾ, നഗരസഭ, ഗ്രാമപഞ്ചായത്തുകൾ, ക്ലബ്ബുകൾ, വായനശാലകൾ വഴി 3 ഘട്ടങ്ങളിലായി 100,000 ഫലവൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കാനും സംരക്ഷിക്കുവാനും പദ്ധതിയിലൂടെ അധികൃതർക്ക് സാധിച്ചു. ശ്രീകൃഷ്ണൻ MLAയുടെ നേതൃത്വത്തിൽ നടപ്പാക്കിയ കനിമധുരം പദ്ധതിയുടെ അവലോകനവും പദ്ധതിയുടെ ഭാഗമായി പ്രസിദ്ധീകരിച്ച സുവനീറിന്റെ പ്രകാശനവും കൈരളി മിനി ഓഡിറ്റോറിയത്തിൽ ശ്രീകൃഷ്ണൻ MLA നിർവഹിച്ചു. ഈ പദ്ധതി ഒന്ന് രേഖപ്പെടുത്തി വെക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി ചെറിയൊരു സാമ്പത്തിക പ്രശ്നമുണ്ടെന്ന് കൺവീനർ ഇവിടെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അതും ഇതിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. കാരണം ഒന്നുമില്ലാതെ തുടങ്ങിയതാണ്. കുറേ ഫണ്ടൊക്കെ ചെലവായിട്ടുണ്ട്. നമ്മുടെ സഹകരണ സംഘങ്ങളും മറ്റും ചില സഹായങ്ങൾ ചെയ്ത് തന്നിട്ടുണ്ട്. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് C സത്യപാലൻ, നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കുവൽ, പയ്യന്നൂർ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ PV തമ്പാൻ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റുമാരായ MV ഗോവിന്ദൻ, M രാഘവൻ, P ഉഷ, P നളിനി, ജമീല കോളിയത്ത്, K സത്യഭാമ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. പരിപാടിയുടെ ഭാഗമായി നടന്ന കനിമധുരം പദ്ധതി അവലോകന സെമിനാറിൽ മോണിറ്ററിംഗ് കമ്മിറ്റി ചെയർമാൻ M ഭാസ്കരൻ അധ്യക്ഷനായി. മോണിറ്ററിംഗ് കമ്മിറ്റി കൺവീനർ PV ലക്ഷ്മണൻ നായർ പദ്ധതി വിശദീകരിച്ചു. സാമൂഹ്യദ്രോഹികളുടെ വിളയാട്ടം. നട്ടുനനച്ച് 2 മാസം പ്രായമായ 100ഓളം നേന്ത്രവാഴകൾ കഴുത്തുമുരടി നശിപ്പിച്ചു. പരാതി നൽകാതെ ചെയ്തവർ അനുഭവിക്കട്ടെ എന്ന ആത്മനൊമ്പരവുമായി തൃക്കരിപ്പൂരിലെ കർഷകൻ പൂച്ചോലിലെ AV ഗണേശൻ. ആരെയും വേദനിപ്പിക്കുന്ന കാഴ്ചയാണ് തൃക്കരിപ്പൂർ പൂച്ചോൽ കൊയോങ്കര റോഡരികിലെ വീട്ടുപറമ്പിൽ കാണുന്നത്. നിരനിരയായി മുരടിയിട്ട നേന്ത്രവാഴകൾ കാണുമ്പോൾ കുട്ടികളെ കൊന്ന പ്രതീതിയാണ് ആർക്കും തോന്നുക. 100ഓളം വാഴച്ചെടികളാണ് നശിപ്പിച്ചിരിക്കുന്നത്. തൊട്ടടുത്തായി കൃഷി ചെയ്ത പച്ചക്കറികൾ നശിപ്പിക്കാതെ നേന്ത്രവാഴകൾ മാത്രമാണ് മുരടിയും ചവിട്ടിപ്പൊട്ടിച്ചും നശിപ്പിച്ചിരിക്കുന്നത്. ഇത് കാണുമ്പോൾ മാനസിക വിഭ്രാന്തിയുള്ള ആരോ ചെയ്തതാണെന്നേ തോന്നൂ. തനിക്കാരോടും എതിർപ്പില്ലെന്നും തന്നെ ആരും വെറുക്കുന്നതായും അറിയില്ലെന്നാണ്
കൃഷി ചെയ്ത AV ഗണേശൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ ആരെക്കുറിച്ചും പരാതിപ്പെടുന്നില്ലെന്നാണ് വേദന പുറത്ത് പ്രകടിപ്പിക്കാതെ ഗണേശൻ പറയുന്നത്. ഒരാൾക്കൊരു ദ്രോഹം ഞാൻ ചെയ്യാൻ വേണ്ടി പോയില്ല. എനക്കാരും സംശയമില്ല. അതെ, ഒരാൾ സംശയം വേണ്ട, എനിക്ക് സംശയമില്ല. പക്ഷെ കംപ്ലൈൻറ്റ് ചെയ്തിട്ട് ഇപ്പം ആരാ പിടിക്കല്? നമ്മൾ ആരാന്ന് വിചാരിച്ച് കംപ്ലൈൻറ്റ് കൊടുക്കല്? ആരായാലും അങ്ങേയറ്റം അപലപനീയമായ പ്രവൃത്തിയാണെന്ന് കണ്ടവരൊക്കെ അഭിപ്രായപ്പെട്ടെങ്കിലും ഗണേശന്റെ നഷ്ടത്തിന് അധികൃതർ വിലയിട്ടേ മതിയാകൂ. ഇത്തരം ക്രൂരവിനോദം നടത്തുന്ന രാത്രിഞ്ചരന്മാർ വർദ്ധിച്ചു വരുന്ന സാഹചര്യം തൃക്കരിപ്പൂരിലെ സ്വസ്ഥത കെടുത്തിയിരിക്കുകയാണ്. പോലീസ് അധികാരികൾ ശ്രദ്ധിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. 2014-15 വർഷത്തെ ജില്ലയിലെ മികച്ച പഞ്ചായത്തുകൾക്ക് സർക്കാർ ഏർപ്പെടുത്തിയ സ്വരാജ് ട്രോഫിയും 10 ലക്ഷം രൂപയുടെ പാരിതോഷികവും കരസ്ഥമാക്കിയ പെരിങ്ങോം വൈക്കര പഞ്ചായത്ത് ജനപ്രതിനിധികൾക്കും മുൻ ഭരണസമിതി അംഗങ്ങൾക്കും മികച്ച സെക്രട്ടറിയായി തിരഞ്ഞെടുത്ത ജെയ്സൺ മാത്യുവിനും ആദരം സംഘടിപ്പിച്ചു. 2014-15 വർഷത്തിൽ ജില്ലയിലെ മികച്ച പഞ്ചായത്തുകൾക്ക് സർക്കാർ ഏർപ്പെടുത്തിയ സ്വരാജ് ട്രോഫിയും 10 ലക്ഷം രൂപയുടെ പാരിതോഷികവും കരസ്ഥമാക്കിയ പെരിങ്ങോം വൈക്കര പഞ്ചായത്ത് ജനപ്രതിനിധികൾക്കും മുൻ ഭരണസമിതി അംഗങ്ങൾക്കും ജില്ലയിലെ മികച്ച സെക്രട്ടറിയായി തിരഞ്ഞെടുത്ത ജെയ്സൺ മാത്യുവിനും നാടിന്റെ ആദരം. പഞ്ചായത്ത് ദിനാഘോഷ ചടങ്ങിൽ എറണാകുളത്ത് ഏറ്റുവാങ്ങിയ ട്രോഫിയും അവാർഡുകളുമായി പെരിങ്ങോം താലൂക്ക് ആശുപത്രി കേന്ദ്രീകരിച്ചു നടന്ന സാംസ്കാരിക ഘോഷയാത്രയിൽ നിരവധി പേർ പങ്കെടുത്തു. പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് നടന്ന പൊതുസമ്മേളനം പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് C. സത്യപാലൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് P. നളിനി അധ്യക്ഷത വഹിച്ചു. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് PV. തമ്പാൻ, സെക്രട്ടറി ജെയ്സൺ മാത്യു എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. ജനപ്രതിനിധികളായ K. കോമളവല്ലി, P. പ്രകാശൻ, മിനി മാത്യു, M. ജനാർദ്ദനൻ, ലതാ ഗോപി, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ പ്രസംഗിച്ചു. പഞ്ചായത്ത് ലൈബ്രറിക്കുള്ള പുസ്തകങ്ങളും പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾക്കുള്ള ഫർണിച്ചറും ചടങ്ങിൽ വെച്ച് വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, ചെറുപുഴ. എടാട്ട് ദേശീയപാതയോട് ചേർന്ന കൂറ്റൻ മരം അപകട ഭീഷണി ഉയർത്തുന്നു. കഴിഞ്ഞ ദിവസം തീപിടിച്ച് ഭൂരിഭാഗവും കത്തിയമർന്ന മരമാണ് കാൽനട യാത്രക്കാർക്കും വാഹനങ്ങൾക്കും ഒരുപോലെ ഭീഷണിയാകുന്നത്. സമീപത്ത് തന്നെ ഇലക്ട്രിക് ലൈനും കടന്നു പോകുന്നുണ്ട്. അതുപോലെ കച്ചവട സ്ഥാപനവും സ്ഥിതി ചെയ്യുന്നുണ്ട്. അധികാരികളെ ബന്ധപ്പെട്ടപ്പോൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റാണ് ഇത് കൈകാര്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് കൈയൊഴുകിയായിരുന്നുവെന്ന് സ്ഥാപനത്തിലെ ജീവനക്കാർ പറയുന്നു. വനം വകുപ്പിൽ നിന്ന് ഇത് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ഇതിന് മുറിക്കാനോ മാറ്റാനോ പെർമിഷൻ കിട്ടൂ. ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ലെന്ന് നാഷണൽ ഹൈവേൻ്റെ ആൾക്കാർ പറഞ്ഞത്. ഈ മരം ഏത് നിമിഷം നമ്മൾ നിൽക്കുകയാണ്. അത് വീണ് കഴിഞ്ഞാൽ അത് നഷ്ടം നിങ്ങൾ സഹിച്ചോളുക. കാരണം ഞങ്ങൾക്കിപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് മാത്രമാണ് അവരെ അറിയിച്ചത്. മരത്തിന്റെ അടിഭാഗങ്ങൾ ഇപ്പോഴും തീപിടിച്ചിരിക്കുകയാണ്. ഇവർ വെള്ളമൊഴിച്ചിട്ടും ഇതുവരെയും തീ അണഞ്ഞിട്ടില്ല. അടിഭാഗങ്ങൾ കത്തി ദ്വാരമുണ്ടായിട്ടുമുണ്ട്. എത്രയും പെട്ടെന്ന് മരം മുറിച്ചു മാറ്റിയില്ലെങ്കിൽ വൻ അപകടത്തിനാകും നാം സാക്ഷ്യം വഹിക്കുക. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. സൂര്യ കണ്ണപുരം ONV അനുസ്മരണവും സോളോ ഡ്രാമ ഫിലിം ഫെസ്റ്റും സംഘടിപ്പിച്ചു. കരിവള്ളൂർ മുരളി ഉദ്ഘാടനം ചെയ്തു. വെച്ച് പറഞ്ഞൊരു കുട്ടിയെ ചെകിട്ടത്തടിക്കുന്ന ദൃശ്യമാണ് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം എല്ലാ ചാനലുകളിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കോളേജിലെ ഒരു യൂണിയൻ ചെയർമാൻ അവിടുത്തെ കോളേജ് യൂണിയന്റെ തെരഞ്ഞെടുപ്പ് നടത്തണം എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞപ്പോഴേക്ക് ആ കുട്ടിയുടെ ഒരു വിദ്യാർത്ഥി നേതാവിന്റെ ചെകിട്ടത്തടിക്കുകയാണ് ഗുണ്ടകൾ. ഇങ്ങനെ നമ്മുടെ നാട്ടിൽ സർവകലാശാലകളിലേക്ക് ഗുണ്ടകൾ കയറി വരികയും ദണ്ഡുകൾ ഉപയോഗിച്ചിട്ട് മണ്ടക്കടിച്ചിട്ട് ഇവിടെ സംസ്കാരം ഇതാണ്, സാഹിത്യം ഇതാണ്, കല ഇതാണ്. ONVയുടെ നാടകഗാനങ്ങൾ കരിവള്ളൂർ മുരളി പ്രേക്ഷകരുമായി പങ്കുവച്ചപ്പോൾ നവ്യാനുഭവമായി. കണ്ണെറിയുന്നോളെ ആ മരത്തിൽ പൂന്തണലില് പാടി നിൽക്കുന്നോളെ തേന്മലരെ മാഞ്ഞു പോകയോ മാഞ്ഞു പോകയോ ചെപ്പുകയിൽ കിണച്ചെങ്ങാതി നിന്റെ ചെപ്പു തുറന്നൊന്നു കാട്ടൂലെ മിന്നണരെന്തായ്യ നല്ല കുന്നിക്കൊരു മണി പൊന്മാല. ലക്ഷ്മണൻ ചെറുകുന്ന അധ്യക്ഷത വഹിച്ചു. TK ദിവാകരൻ, N. ശ്രീധരൻ, K. ഗണേശൻ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. ബ്ലാക്ക് ബോർഡ് തുടങ്ങി. നെറ്റ്വർക്ക് ചാനലും പയ്യന്നൂർ നഗരസഭയും സംയുക്തമായി നടപ്പിലാക്കുന്ന SSLC പരീക്ഷാ പരിശീലന പദ്ധതി എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്ക് നെറ്റ്വർക്ക് ചാനലിൽ കാണാം. SSLC വിദ്യാർത്ഥികളോട് നിങ്ങൾക്ക് പരീക്ഷകളെ ഭയമാണോ? എങ്കിൽ ഇനി ആ പേടി വേണ്ട. പയ്യന്നൂർ നഗരസഭയുടെ സഹകരണത്തോടെ നെറ്റ്വർക്ക് ചാനൽ അവതരിപ്പിക്കുന്ന പ്രത്യേക പരീക്ഷാ പരിശീലന പരിപാടി ബ്ലാക്ക് ബോർഡ്
വ്യാഴം ഒഴികെ എല്ലാ ദിവസവും രാത്രി 7 മണി മുതൽ നിങ്ങളുടെ സ്വന്തം നെറ്റ്വർക്ക് ചാനലിൽ. മറക്കാതെ കാണുക ബ്ലാക്ക് ബോർഡ്. കർഷക സംഘം ചെറുതാഴം വില്ലേജ് കമ്മിറ്റിയും കർഷകശ്രീ സ്വയം സഹായ സംഘവും സംയുക്തമായി നടപ്പിലാക്കി വരുന്ന ജൈവ പച്ചക്കറി കൃഷി വിളവെടുത്തു. കർഷക സംഘം വില്ലേജ് സെക്രട്ടറി പി ബാലൻ ഉദ്ഘാടനം ചെയ്തു. കർഷക സംഘം ചെറുതാഴം വില്ലേജ് കമ്മിറ്റിയും കർഷകശ്രീ സ്വയം സഹായ സംഘവും സംയുക്തമായി നടത്തിവരുന്ന ഒരേക്കർ സ്ഥലത്തെ ജൈവ പച്ചക്കറി കൃഷിയാണ് മൂലയിൽ പ്രദേശത്ത് വിളവെടുത്തത്. കർഷക സംഘം വില്ലേജ് സെക്രട്ടറി പി ബാലൻ മാസ്റ്റർ പ്രദേശത്തെ ആദ്യകാല കർഷകനായ PV കുഞ്ഞിരാമന് വിളവെടുത്ത പച്ചക്കറികൾ നൽകിക്കൊണ്ട് വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. വിഷുവിന് വിഷരഹിത പച്ചക്കറി എന്ന CPIM-ന്റെ ക്യാമ്പയിന്റെ ഭാഗമായാണ് മൂലയിൽ യൂണിറ്റിൽ യുവാക്കൾ ഉൾപ്പെടെ 3 ഗ്രൂപ്പുകളായി തിരിച്ച് സംഘത്തിന്റെ നേതൃത്വത്തിൽ കൃഷി ചെയ്തു വരുന്നത്. പ്രവർത്തനങ്ങൾക്ക് സംഘം സെക്രട്ടറി V ശ്രീനിവാസൻ, പ്രസിഡന്റ് K റോഷ്നി എന്നിവർ നേതൃത്വം നൽകി. തക്കാളി, ചീര, വെള്ളരി, കൈപ്പക്ക, പടവലം തുടങ്ങിയവയാണ് പ്രധാനമായും കൃഷി ചെയ്തത്. പ്രമുഖ കോൺഗ്രസ് നേതാവും സഹകാരിയുമായിരുന്ന TV ഭരതന്റെ 22ാം ചരമവാർഷിക ദിനം തൃക്കരിപ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും സംഘടിപ്പിച്ചു. തൃക്കരിപ്പൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന അനുസ്മരണ ചടങ്ങിൽ TV ഭരതന്റെ ഛായാചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചന നടത്തി. തുടർന്ന് നടന്ന അനുസ്മരണ യോഗത്തിൽ KPCC നിർവാഹക സമിതി അംഗം K വെളുത്തമ്പു, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് P കുഞ്ഞിക്കണ്ണൻ, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് KV മുകുന്ദൻ, PV കണ്ണൻ മാസ്റ്റർ, C രവി, KN വാസുദേവൻ നായർ, K ശ്രീധരൻ മാസ്റ്റർ, KB വിജയൻ, KP ദിനേശൻ തുടങ്ങി നിരവധി പേർ സംബന്ധിച്ചു. പൊതുരംഗത്ത് പ്രവർത്തിക്കേണ്ട ആളാണ് എന്ന് സമൂഹത്തോട് സമൂഹം അംഗീകരിക്കണമെങ്കിൽ ആ രീതിയിലുള്ള ആദർശപരമായ രീതിയിൽ ജനസേവകരായി ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ സേവന കാര്യങ്ങൾ ചെയ്യാൻ ബാധ്യസ്ഥരായ നമ്മൾ. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. നിരോധിച്ച 45 പാക്കറ്റ് ഹാൻസ് പുകയിലുൽപ്പന്നങ്ങൾ പെരിങ്ങോം പോലീസ് പിടികൂടി. കൂപ്പൂളിലെ വ്യാപാരി K ഭാസ്കരനിൽ നിന്നാണ് പുകയിലുൽപ്പന്നങ്ങൾ പിടികൂടിയത്. നിരോധിച്ച 45 പാക്കറ്റ് ഹാൻസ് പുകയില ഉൽപ്പന്നം കുപ്പോളിലെ വ്യാപാരി കീഴ്ത്തട്ടൽ ഹൌസിലെ K ഭാസ്കറിൽ നിന്ന് പെരിങ്ങോം SI KV നിഷിത്ത് പിടികൂടി. പെരിങ്ങോം, കുപ്പോൾ, പൊന്നമ്പാറ കടകൾ കേന്ദ്രീകരിച്ചും വാഹനങ്ങളിലും പുകയില ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തുന്നുണ്ടെന്ന രഹസ്യവിവരത്തെ തുടർന്നുള്ള പരിശോധനയിലാണ് ഭാസ്കരൻ പിടിയിലായത്. KGOA പയ്യന്നൂർ ഏരിയ 10ാം വാർഷിക സമ്മേളനം ടോപ്പ് ഫോം ഓഡിറ്റോറിയത്തിൽ നടന്നു. സംസ്ഥാന കമ്മിറ്റി അംഗം M ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു. രാവിലെ പതാകയുയർത്തലോടെയാണ് സമ്മേളന നടപടികൾക്ക് തുടക്കമായത്. തുടർന്ന് P വാമനലിന്റെ അധ്യക്ഷതയിൽ KGOA സംസ്ഥാന കമ്മിറ്റി അംഗം M ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു. പ്രവർത്തന റിപ്പോർട്ട് അവതരണം, വരവ് ചെലവ് കണക്ക് അവതരണം, ചർച്ച, സംഘടനാ പ്രമേയാവതരണം തുടങ്ങിയവയും സമ്മേളന ഭാഗമായി നടന്നു. ഉച്ചയ്ക്ക് ശേഷം നടന്ന സെഷനിൽ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പ്, പൊതുചർച്ചയും നടന്നു. ജൂൺ 10 മുതൽ 13 വരെ തിരുവനന്തപുരത്ത് നടക്കുന്ന സുവർണ ജൂബിലി സമ്മേളനത്തിന്റെ മുന്നോടിയായാണ് ഏരിയ സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുന്നത്. മോഡൽ ടൂറിസം വില്ലേജിനുള്ള എല്ലാവിധ സാഹചര്യവും ഒത്തിണങ്ങിയ വലിയപറമ്പ പഞ്ചായത്തിൽ ടൂറിസം സാധ്യതകൾ വിലയിരുത്താനും പ്രാവർത്തികമാക്കുന്നതിനും സെമിനാർ സംഘടിപ്പിച്ചു. പഞ്ചായത്ത് ഓഫീസിൽ നടന്ന സെമിനാർ പഞ്ചായത്ത് പ്രസിഡന്റ് MT അബ്ദുൽ ജബ്ബാർ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തെ ഏറ്റവും നീളം കൂടിയ പഞ്ചായത്തും സാമ്പത്തികമായി ഏറ്റവും പിന്നോക്കം നിൽക്കുന്നതുമായ പഞ്ചായത്തുമാണ് വലിയപറമ്പ ഗ്രാമപഞ്ചായത്തെങ്കിലും പ്രകൃതി സൗന്ദര്യം വർണ്ണനാതീതമായ ഇവിടെ വിപുലമായ ടൂറിസം സാധ്യതകളാണുള്ളതെന്ന് സെമിനാർ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് MT അബ്ദുൽ ജബ്ബാർ പറഞ്ഞു. നമ്മുടെ വലിയപറമ്പ പ്രദേശം, വലിയപറമ്പ ഐലൻഡ് പ്രകൃതി ഭംഗി കൊണ്ട് അനുഗ്രഹീതമാണ്. ശരിക്ക് ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്നത് ഞാൻ തറപ്പിച്ചു പറയുന്നു, അത് വലിയപറമ്പാണ്. DTPC സെക്രട്ടറി നാഗേഷ് തിരുവത്ത് മുഖ്യപ്രഭാഷണം നടത്തി. പഞ്ചായത്തിലെ ജനങ്ങൾ വിചാരിച്ചാൽ ടൂറിസം ഭൂപടത്തിൽ ഗോവയോടൊപ്പം എത്താൻ വലിയപറമ്പിന് സാധിക്കുമെന്ന് അഭിപ്രായപ്പെട്ടു. ഓരോ വീടും ഹോം സ്റ്റേ സൗകര്യം ഒരുക്കിയാൽ മാത്രം ടൂറിസ്റ്റുകളെ ആകർഷിക്കുവാനുള്ള പ്രാരംഭ നടപടിയാകുമെന്നും റോഡോരം ചെടികൾ വച്ച് പിടിപ്പിക്കണമെന്നും നാഗേഷ് തിരുവത്ത് കൂട്ടിച്ചേർത്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MV സരോജിനി അധ്യക്ഷയായി. ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ടൂർ ഓപ്പറേറ്റർമാർ, ഹൗസ് ബോട്ട് ഓണേഴ്സ് തുടങ്ങി വിവിധ മേഖലകളിൽപ്പെട്ടവർ സെമിനാറിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. റോട്ടറി ക്ലബിന്റെ 111ാം ജന്മദിനം പയ്യന്നൂർ റോട്ടറിയുടെ ആഭിമുഖ്യത്തിൽ വൈവിധ്യമാർന്ന പരിപാടികളോടെ നടന്നു. രാവിലെ സ്വാമി ആനന്ദതീർത്ഥരുടെ സ്മൃതി മണ്ഡപത്തിൽ നടന്ന പുഷ്പാർച്ചനയോടെയാണ് റോട്ടറി ദിനാഘോഷത്തിന് തുടക്കമായത്. തുടർന്ന് സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ഫാനും പായസ വിതരണവും നടന്നു. തെങ്ങിൻ തൈ വിതരണം,
ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ ടി ജോർജ് സുന്ദർരാജ് നിർവഹിച്ചു. പയ്യന്നൂർ പോലീസ് സ്റ്റേഷനിൽ വാട്ടർ പ്യൂരിഫയർ വിതരണം അസിസ്റ്റന്റ് ഗവർണർ ഉപേന്ദ്ര ഷേണായിയും, രാമന്തളി തുന്നൽ പരിശീലന കേന്ദ്രത്തിൽ 3 തയ്യൽ മെഷീൻ വിതരണവും, രാമന്തളി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ തൂക്കം നോക്കുന്ന ഉപകരണം എന്നിവയും വിതരണം ചെയ്തു. KBR കണ്ണന്റെ വീട്ടിൽ വൊക്കേഷണൽ എക്സലൻസ് അവാർഡ് വിതരണവും നടന്നു. സെക്രട്ടറി ശ്രീപ്രസാദ്, ഗംഗാധരൻ മേലെടുത്ത് എന്നിവർ നേതൃത്വം നൽകി. താവം ഈഗിൾ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് സംഘടിപ്പിച്ച വനിതാ 2 വീലർ പരിശീലന പദ്ധതിക്ക് തുടക്കമായി. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VV പ്രീത ഉദ്ഘാടനം ചെയ്തു. വർഷങ്ങളായി ഒരുപാട് പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും സ്ത്രീകളെ ഒന്നിച്ച് കൂട്ടാൻ വേണ്ടി സാധിച്ചത് ഈഗിൾ ആർട്സ് സ്പോർട്സ് ക്ലബിന്റെ വളരെ വിലപ്പെട്ട പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ്. വീട്ടമ്മമാരെ സംബന്ധിച്ചോളം ഇവിടെ ഇരിക്കുന്ന ഒരുപാട് ആളുകൾ പല വിഭാഗത്തിൽ അല്ലെങ്കിൽ പലതരത്തിൽപ്പെട്ട ജോലികൾ ചെയ്യുന്നവരും അതുപോലെ ഒരുപാട് ബഹുമാനപ്പെട്ട ഒരുപാട് ആളുകളാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഇത്തരം ഒരു ക്ലബിന്റെ പ്രവർത്തനം നമ്മുടെ മുന്നിൽ കണ്ടുകൊണ്ട് അതും വളരെ വ്യത്യസ്തമായ നെഹ്റു യുവകേന്ദ്ര, ആര്യൻ മോട്ടോഴ്സ് എന്നിവയുടെ സഹകരണത്തോടെയാണ് താവം ഈഗിൾ ക്ലബ്ബ് വനിതകൾക്കായി 2 വീലർ പരിശീലനം സംഘടിപ്പിക്കുന്നത്. താവം ദേവിവിലാസം LP സ്കൂളിൽ നടന്ന ഉദ്ഘാടന പരിപാടിയിൽ KV ലതീഷ് അധ്യക്ഷത വഹിച്ചു. കുടുംബശ്രീ ചെയർപേഴ്സൺമാരായ KN ഗീത, പ്രേമ സുരേന്ദ്രൻ, കണ്ണപുരം SI K പ്രേമൻ, KV പ്രമോദ്, A രാജേഷ്, T ഷിനു, സന്തോഷ് PP എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. രാമന്തളി 17 ശുഹദ മഖാമുറൂസിന് ബുധനാഴ്ച തുടക്കമാകും. ഫെബ്രുവരി 28 വരെയാണ് ഉറൂസ്. ഏഴിമലയുടെ വടക്കേ താഴ്വരയിൽ രാമന്തളിയുടെ വടക്കേ അറ്റത്തുള്ള ഇന്നത്തെ വടക്കുംപാട് പ്രദേശത്ത് കടൽക്കരയിൽ കോട്ടകെട്ടി താവളമടിച്ച പോർച്ചുഗീസുകാർ ആ ഭാഗത്തെ മുസ്ലിം കുടുംബങ്ങളെ പലവിധേനയും ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നു. 20ഓളം മുസ്ലിം കുടുംബങ്ങൾ താമസിക്കുന്ന ഇവിടെ ഒരു പള്ളിയും ഉണ്ടായിരുന്നു. കോട്ടയിൽ നിന്നിറങ്ങി വന്ന് പട്ടാളക്കാർ മുസ്ലിം യുവാക്കളെ മാത്രമല്ല സ്ത്രീകളെയും ഉപദ്രവിക്കുക പതിവായിരുന്നു. പള്ളിയിൽ അതിക്രമിച്ചു കയറി നാശനഷ്ടങ്ങൾ വരുത്തുകയും പള്ളിയിലേക്ക് വരുന്നവരെ തടസ്സപ്പെടുത്തുകയും ഉപദ്രവിക്കുകയും ചെയ്തു. സ്ത്രീകൾക്ക് പുറത്തിറങ്ങാൻ പോലും ഭയമായ ഒരു അവസ്ഥയുണ്ടായിരുന്നു. നാൾക്കുനാൾ വർദ്ധിച്ചു വരുന്ന അക്രമങ്ങൾ മുസ്ലിങ്ങളെ പൊറുതിമുട്ടിച്ചു. ക്ഷമയുടെയും സഹനത്തിന്റെയും നെല്ലിപ്പടികൾ ഭേദിച്ച് നാട്ടിൽ നിന്ന് ഒഴിഞ്ഞു പോവുകയോ രണ്ടും കൽപ്പിച്ച് പോർച്ചുഗീസുകാരോട് ഏറ്റുമുട്ടുകയോ ചെയ്യുന്നതിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കാനുള്ള അവസരം വൈകിച്ചുകൂടെന്ന് നാട്ടുകാർ തിരിച്ചറിഞ്ഞു. ശത്രുക്കളോട് ഏറ്റുമുട്ടാൻ തന്നെ മുസ്ലിങ്ങളുടെ കൂട്ടായ്മ തീരുമാനമെടുത്തു. സ്വന്തം നാടിനെയും സമുദായത്തെയും രക്ഷിക്കുന്നതിന് ശത്രുക്കളെ തുരത്താനോ അല്ലെങ്കിൽ മരണം വരെ പോരാടുവാനോ തീരുമാനിച്ചു. അതിനുള്ള ഒരുക്കങ്ങൾ രഹസ്യമായി ചെയ്തു തുടങ്ങി. ആദ്യപടിയായി വൃദ്ധരെയും സ്ത്രീകളെയും കുട്ടികളെയും അയൽപ്രദേശങ്ങളായ പടന്ന, കുഞ്ഞുമംഗലം, തൃക്കരിപ്പൂർ എന്നിവിടങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. അതിനുശേഷം ദൃഢഗാത്രരും ധൈര്യവാന്മാരുമായ 17 മുസ്ലിം യുവാക്കൾ തിരഞ്ഞെടുക്കപ്പെട്ടു. വിവിധ കുടുംബങ്ങളെ പ്രതിനിധീകരിച്ചായിരുന്നു അവർ തയ്യാറെടുപ്പ് നടത്തിയത്. ഇന്നും 1-ാം തറവാടെന്നറിയപ്പെടുന്ന കുട്ടുവൻപേടിക്ക തറവാട്ടിലെ പോക്കർ മൂപ്പരായിരുന്നു ഇവരുടെ നേതാവും പടനായകനും. പരി, കലന്തർ, കുഞ്ഞിപ്പരി, കമ്പർ, അബൂബക്കർ, അഹമ്മദ്, ബാക്കിരി ഹസൻ, ചെറിക്കാക്ക ഉൾപ്പെടെ 17 യോദ്ധാക്കളാണ് പോരാട്ടത്തിനിറങ്ങിയത്. 7 യോദ്ധാക്കളുടെ പേരുകൾ പിന്നീട് വിസ്മൃതിയിലായി. പീരങ്കികൾ ഉൾപ്പെടെയുള്ള ആധുനികായുധങ്ങൾ ഉപയോഗിച്ചുള്ള പോർച്ചുഗീസ് പട്ടാളക്കാരോട് വാളും മറ്റ് സാധാരണ ആയുധങ്ങളും ഉപയോഗിച്ചുള്ള മുസ്ലിം യുവാക്കളുടെ പോരാട്ടം കിടപിടിക്കുന്നതല്ലെങ്കിലും ധാരാളം പറങ്കിപടന്മാരെ കൊലപ്പെടുത്തിയതിനു ശേഷം 17 യോദ്ധാക്കളും രക്തസാക്ഷികളായി തീരുകയായിരുന്നു. സേനാനായകൻ പോക്കർ മൂപ്പർ നടുവിലും മറ്റുള്ളവർ ഇരുപാർശ്വങ്ങളിലുമായാണ് ഖബറടക്കം നടന്നത്. രാമന്തളി 17 ശുഹദാക്കൾ എന്ന പേരിലാണ് ഇവർ അറിയപ്പെട്ടു വരുന്നത്. പോർച്ചുഗീസുകാർ നാട് ഉപേക്ഷിച്ചു പോയതിനു ശേഷം 17 ശുഹദാക്കളുടെ മക്ബറയിൽ പള്ളി ഉയർന്നു. ഇതോടെ ചരിത്രപ്രസിദ്ധമായ പള്ളിയിൽ വർഷാവർഷം നടത്തിവരാറുള്ള രാമന്തളി 17 ശുഹദ മഖാമുറൂസ് വിപുലമായ പരിപാടികളോടെ ഈ വർഷവും ഫെബ്രുവരി 24 മുതൽ 28 വരെ നടക്കും. കണ്ടോന്താർ ഇടമന UP സ്കൂളിൽ ഇംഗ്ലീഷ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു. വാർഡ് മെമ്പർ K രാമചന്ദ്രൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. കണ്ടോന്താർ ഇടമന UP സ്കൂളിൽ ഇംഗ്ലീഷ് ഫെസ്റ്റ് വാർഡ് മെമ്പർ K രാമചന്ദ്രൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. P ശ്രീകല സ്വാഗതവും AP നിർമ്മലാബായ് നന്ദിയും പറഞ്ഞു. P ജനാർദ്ദനൻ ആശംസകൾ അർപ്പിച്ചു. ഹെഡ്മിസ്റ്റേഴ്സ് P ഉഷ അധ്യക്ഷത വഹിച്ചു. സ്വാഗതഗീതം, സ്വയം പരിചയപ്പെടൽ, ഡ്രാമ, സംഭാഷണം, മൈമിംഗ്, റേഡിയോ ഡ്രാമ, സ്ക്രിപ്റ്റ് അവതരണം തുടങ്ങിയവയും നടന്നു. ഫെസ്റ്റിനോടനുബന്ധിച്ച് കുട്ടികൾക്ക് വിഭവസമൃദ്ധമായ സദ്യയും ഒരുക്കി. പയ്യാവൂരപ്പന് ഊട്ടുത്സവത്തിന്റെ ഭാഗമായുള്ള നെയ്യമൃത് സംഘം യാത്ര ആരംഭിച്ചു. കൊട്ടില വേട്ടക്കുരുമകൻ ക്ഷേത്രത്തിൽ നിന്നുള്ള നെയ്യമൃത് സംഘത്തെ യാത്രയാക്കാൻ നിരവധി ഭക്തജനങ്ങളാണ് ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നത്. എല്ലാ വർഷവും കൊട്ടിലയിൽ നിന്നും പയ്യാവൂരപ്പന് നെയ്യമൃതുമായി സംഘങ്ങൾ യാത്ര തിരിക്കുന്നു. തികഞ്ഞ ഭക്തിയോടെ നോമ്പുനോറ്റ് ക്ഷേത്രത്തിൽ കഴിഞ്ഞ ശേഷമാണ് യാത്ര. ഈ സമയങ്ങളിൽ വ്രതശുദ്ധിയോടെ ക്ഷേത്രത്തിൽ കഴിയുന്ന എടങ്ങനായിക്കാർ ക്ഷേത്രത്തിൽ വെച്ച് പായസ സദ്യ ഒരുക്കി ഭക്തജനങ്ങൾക്ക് നൽകും. അന്നദാനവും നടന്നുവരുന്നു.
ഇതിന്റെ ഭാഗമായുള്ള നിഴൽക്കൂടൽ ചടങ്ങ് ഏറെ പ്രധാനമാണ്. എടങ്ങനായിക്കാരിൽ ഒരാൾക്ക് ദർശനം ഉണ്ടാകുന്നു. ഇവർ ഉറഞ്ഞു തുള്ളിയ ശേഷം ഭക്തർക്ക് പ്രസാദം നൽകി വരുന്നു. ഒരു നല്ല ചടങ്ങ് നമ്മൾ ഈ ഭാഗത്തുനിന്ന് കാണാത്ത രീതി നമുക്കൊന്നും അറിയാത്തൊരു ചടങ്ങായതുകൊണ്ടാണ് ഞങ്ങളിത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി. അപ്പോൾ അത് ഈ ശിവക്ഷേത്രത്തിലാണ് നടക്കുന്നത്. പിന്നെ ഇവർ ഇത് കൊണ്ടുപോകുന്ന തന്നെ നെയ്യുടെ നിറച്ച് അവർ ഇവിടുന്ന് കാൽനടയായിട്ടാണ് പയ്യാവൂർ നടന്നു പോകുന്നത്. പയ്യാവൂർ നടന്ന് അവിടെ എത്തി അവിടെ കൊടകന്മാരും അവരെല്ലാം അവിടുത്തെ അവകാശം അതിൽ ഈ നെയ്യൂർ സംഘത്തിൻ്റെ എല്ലാവരും അവിടെ അന്ന് ഇത് തൊട്ട് 9-ാം തീയതി അവിടെ നിന്ന് നെയ്യ് ഉറപ്പിച്ച ശേഷം അവർ തിരിച്ച് മഠത്തിലേക്ക് നേരെ വീട്ടിലേക്കല്ലോ നേരെ മഠത്തിലേക്ക് വന്ന് മഠത്തുനിന്ന് ആ ഒരു നെയ്യ് കൊണ്ടുപോയ മുരുടിയും ഇതും അടക്കാന്ന് പിന്നെ വീട്ടിലേക്ക് പോകുക. ഇന്ന് രാവിലെ കാൽനടയായി യാത്ര തിരിക്കുന്ന നെയ്യമൃത സംഘം തളിപ്പറമ്പ് ശിവക്ഷേത്രം, എള്ളേരി ക്ഷേത്രം തുടങ്ങിയ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തിയ ശേഷം നാളെ രാവിലെ പയ്യാവൂർ ക്ഷേത്രത്തിൽ എത്തിച്ചേരും. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. പിലാത്തറ സെന്റ് ജോസഫ് കോളേജിന്റെ നേതൃത്വത്തിൽ പിലാത്തറ ബസ് സ്റ്റാൻഡിൽ ഫ്ലാഷ് മോബ് അരങ്ങേറി നിരവധി വിദ്യാർത്ഥികൾ അണിനിരന്നു. പിലാത്തറ സെന്റ് ജോസഫ് കോളേജിൽ സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന അവാൻസർ ഇന്റർനാഷണൽ സെമിനാറിന്റെ പ്രചരണാർത്ഥമാണ് ഫ്ലാഷ് മോബ് സംഘടിപ്പിച്ചത്. 25ഓളം വിദ്യാർത്ഥികൾ അണിനിരന്നു. ജില്ലയിൽ പിലാത്തറ, തളിപ്പറമ്പ്, കണ്ണൂർ എന്നീ സ്ഥലങ്ങളിലും ഫ്ലാഷ് മോബ് അവതരിപ്പിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. മാറ്റുലി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ സ്വപ്നഭവനം യാഥാർത്ഥ്യമാക്കാൻ ലോകപ്രശസ്ത നിർമ്മാതാക്കളുടെ സിമന്റ്, സ്റ്റീൽ, വയറിംഗ്, പ്ലംബിംഗ്, സാനിറ്ററി വെയർ, ബാത്റൂം ഫിറ്റിംഗ്സ്, പെയിന്റ് എന്നിവ തിരഞ്ഞെടുക്കാൻ KVDS മൈ സ്വീറ്റ് ഹോം മാത്തിൽ. വിലക്കുറവ്, ഗുണമേന്മ. KVDS മൈ സ്വീറ്റ് ഹോം, BSNL സമീപം, മാത്തിൽ. തണ്ണീർത്തടങ്ങളും ജലാശയങ്ങളും വ്യാപകമായ തോതിൽ നികത്തുന്നു. പ്രേക്ഷക പ്രതികരണങ്ങൾ. വയലുകൾ വ്യാപകമായി നികത്തിയാൽ ജലക്ഷാമം രൂക്ഷമായിരിക്കും. പിന്നെ കർഷകർ കൃഷി ചെയ്യാതിരുന്നാൽ നമുക്ക് എല്ലാത്തിനും പുറം രാജ്യത്തെ ആശ്രയിക്കേണ്ടി വരും. ഭാവിയിൽ രൂക്ഷമായ ജലക്ഷാമം അനുഭവിക്കാനാണ് ഇത് ബാധകമാവും. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ, നമ്മുടെ ഈ പ്രദേശത്ത് തന്നെ വിവിധങ്ങളായ ദേശാടന പക്ഷികളും അതുപോലെ തന്നെ വിവിധങ്ങളായ ജീവജാലങ്ങളൊക്കെ ഉൾക്കൊള്ളുന്നൊരു പ്രദേശമാണ്. ഇതിൻ്റെ എല്ലാം ആവാസ വ്യവസ്ഥയിൽ ഈ തണ്ണീർത്തടങ്ങൾ അതിവിപുലമായ ഒരു പങ്കാണ് വഹിക്കുന്നത്. അപ്പോൾ ഇത്തരം തണ്ണീർത്തടങ്ങൾ നശിപ്പിക്കുകയാണെങ്കിൽ ഈ ആവാസ വ്യവസ്ഥയെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന ആവാസ വ്യവസ്ഥയ്ക്ക് കോട്ടം തട്ടുന്നത് മൂലം വിവിധങ്ങളായ പാരിസ്ഥിതിക പ്രശ്നങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ തണ്ണീർത്തടങ്ങൾ നമ്മുടെ വിവിധ പ്രശ്നങ്ങൾക്കടക്കം വമ്പിച്ച ഭീഷണിയാണ് ഇതുമൂലം നേരിടാൻ വേണ്ടി പോകുന്നത്. ആ വയൽക്കാരിലെ വീടിലെ വെള്ളം നിങ്ങൾ നികത്തുമ്പോൾ ഈ കിണറ്റിൽ വെള്ളം പറ്റും. ഇറക്കാഞ്ഞാൽ നമുക്ക് ഭക്ഷിക്കാനും ഉണ്ടാവില്ല. എല്ലാം നിങ്ങൾ വയൽ നിരത്തി കഴിഞ്ഞാൽ പിന്നെ നമ്മളൊന്ന് ഭക്ഷിക്കുക. മണ്ണാ വെള്ളം മാത്രം കുടിച്ചാൽ പോരല്ല, അരിയും വേണ്ടേ. വ്യാപകമായ തോതിൽ നടത്തിക്കഴിഞ്ഞാൽ പാരിസ്ഥിതിക പ്രശ്നങ്ങളുണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും പറയുന്നത് എന്തൊരു ചൂട്. ഈ ചൂട് എന്നൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇത് ശക്തമായി ഈ വർത്തമാനകാലത്ത് ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ ഇത്തരം വയൽ നികത്തുന്നതുകൊണ്ടും തണ്ണീർത്തടങ്ങൾ നിർത്തുന്നതും അത് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഒരുപാട് വംശനാശങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷികൾ, അതുപോലെ എല്ലാ മേഖലയ്ക്കും എല്ലാ ജീവികൾക്കും ഇത് അത്യന്തം വളരെ വിഷമകരമായ ഒരവസ്ഥ സൃഷ്ടിക്കുന്നത്. അതിന് ശക്തമായി ജനങ്ങൾ മുൻകിറങ്ങിയിട്ടില്ലെങ്കിൽ ഇത് വലിയ വിഷമകരമായ അവസ്ഥയിലേക്കാണ് നമ്മൾ പോവുക. മാറ്റുലി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ സ്വപ്നഭവനം യാഥാർത്ഥ്യമാക്കാൻ ലോകപ്രശസ്ത നിർമ്മാതാക്കളുടെ സിമന്റ്, സ്റ്റീൽ, വയറിംഗ്, പ്ലംബിംഗ്, സാനിറ്ററി വെയർ, ബാത്റൂം ഫിറ്റിംഗ്സ്, പെയിന്റ് എന്നിവ തിരഞ്ഞെടുക്കാൻ KVDS മൈ സ്വീറ്റ് ഹോം, മാത്തിൽ. വിലക്കുറവ്, ഗുണമേന്മ. KVDS മൈ സ്വീറ്റ് ഹോം, BSNL സമീപം, മാത്തിൽ. ഇനി അറിയിപ്പുകൾ. കേരള വാട്ടർ അതോറിറ്റി പയ്യന്നൂർ നഗരസഭ UADSSMD കുടിവെള്ള പദ്ധതിയിൽ ഗാർഹികേതര കണക്ഷനുകൾക്ക് അപേക്ഷിക്കുന്നവരുടെ രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുന്നു. രജിസ്ട്രേഷൻ ഫോമിന് നഗരസഭാ കൌൺസിലർമാരെയോ പയ്യന്നൂർ തെക്കേ ബസാറിലെ വാട്ടർ അതോറിറ്റി ഓഫീസുമായോ ബന്ധപ്പെടേണ്ടതാണ്. രജിസ്ട്രേഷൻ ഫോമുകൾ മാർച്ച് 10 മുൻപായി വാട്ടർ അതോറിറ്റി പയ്യന്നൂർ വാട്ടർ സപ്ലൈ സെക്ഷൻ ഓഫീസിൽ സമർപ്പിക്കേണ്ടതാണെന്ന് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിക്കുന്നു. കോൺഫെഡറേഷൻ ഓഫ് സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസ് ആൻഡ് വർക്കേഴ്സ് സംസ്ഥാന വാഹന പ്രചരണ ജാഥ ഫെബ്രുവരി 24 മുതൽ മാർച്ച് 3 വരെ നടക്കും. ഫെബ്രുവരി 24 പയ്യന്നൂരിൽ സ്വീകരണം നൽകും. പയ്യന്നൂർ സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ MN നമ്പ്യാരുടെ നവസർഗം കവിതാ സമാഹാരത്തിന്റെ പ്രകാശന കർമ്മം ഫെബ്രുവരി 28 ഞായറാഴ്ച വൈകിട്ട് 3:30 പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ നടക്കും. രാമവില്യം കഴകത്തിന്റെ പരിധിയിൽപ്പെടുന്ന തീയ സമുദായാംഗങ്ങളുടെ നാഗസ്ഥാനമായ ബീരിച്ചേരി നാഗാലയവുമായി ബന്ധപ്പെട്ട്
ഫെബ്രുവരി 24 ബുധനാഴ്ച രാവിലെ 9 മണി മുതൽ ഒളവറ ശ്രീ കോവൽവീട് തറവാട്ടിൽ വെച്ച് നടത്തപ്പെടുന്ന താമ്പൂല പ്രശ്നചിന്തയിൽ മുഴുവൻ സമുദായ അംഗങ്ങളും പങ്കെടുക്കണമെന്ന് ബീരിച്ചേരി നാഗസ്ഥാനം പ്രസിഡന്റ് അറിയിക്കുന്നു. വിശദവിവരങ്ങൾക്ക് 9400600437 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. രാമന്തളി ശ്രീ പരത്തിയറ പരത്തി കലശക്കാരൻ കുടുംബക്ഷേത്രം ഗണപതി ഹോമവും അടിയന്തരവും ഫെബ്രുവരി 28 ഞായറാഴ്ച നടക്കും. കേരള റോഡ് ആക്സിഡന്റ്സ് അവയർനെസ് ഫോറം 1ാം വാർഷിക ജനറൽ ബോഡി യോഗം ഫെബ്രുവരി 27 ശനിയാഴ്ച ഉച്ചയ്ക്ക് 3 മണിക്ക് പയ്യന്നൂർ പുതിയ ബസ് സ്റ്റാൻഡിന് സമീപം പ്രവർത്തിക്കുന്ന ആംബിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് എന്ന സ്ഥാപനത്തിൽ നടക്കും. ക്ഷേമനിധി ബോർഡിൽ 60 വയസ്സുവരെയുള്ള പ്രവാസികളെ ക്ഷേമനിധിയിൽ ഉൾപ്പെടുത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നു. 1956 ഫെബ്രുവരിക്ക് ശേഷമുള്ള പ്രവാസികൾക്ക് അപേക്ഷിക്കാം. പെരുമ്പയിലുള്ള ഓഫീസിൽ രാവിലെ 10 മണി മുതൽ വൈകിട്ട് 5 മണി വരെ അപേക്ഷ സ്വീകരിക്കും. വിശദവിവരങ്ങൾക്ക് 8606077415 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പി ജയരാജനെ UAPA ചുമത്തി കേസിൽ കുടുക്കി പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നതിനെതിരെ ഇടതുമുന്നണി പയ്യന്നൂരിൽ കൂട്ടായ്മ സംഘടിപ്പിച്ചു. സത്യസന്ധമായ തെരഞ്ഞെടുപ്പിലൂടെ CPM-ന് അധികാരത്തിൽ വരാൻ സാധിക്കില്ലെന്ന് കെ സുധാകരൻ. കേരള സമൂഹം ഒരു പൊളിച്ചെഴുത്തിന് തയ്യാറാകണമെന്ന് KEN കുഞ്ഞഹമ്മദ്. എടാട്ട് ദേശീയപാതയോട് ചേർന്ന കൂറ്റൻമരം അപകട ഭീഷണി ഉയർത്തുന്നു. ബ്ലാക്ക് ബോർഡ് തുടങ്ങി. നെറ്റ്വർക്ക് ചാനലും പയ്യന്നൂർ നഗരസഭയും സംയുക്തമായി നടപ്പിലാക്കുന്ന SSLC പരീക്ഷാ പരിശീലന പദ്ധതി എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്ക് നെറ്റ്വർക്ക് ചാനലിൽ കാണാം. KSTP റോഡ് നിർമ്മാണം വിലയിരുത്താൻ TV രാജേഷ് MLA-യുടെ നേതൃത്വത്തിലുള്ള ഉന്നത സംഘം സ്ഥലം സന്ദർശിച്ചു. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.